പ്രിയേക ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള വിശ്വാസികളെ, രക്ഷാകരമായ വലിയ നോമ്പിന്റെ 5ാമത്തെ ഞായറാഴ്ചയിൽ നാം എത്തിച്ചേർന്നു. ഈ ഞായറാഴ്ചയിൽ പ്രത്യേകമായിട്ട് നാം വായിച്ചു കേട്ടതായ വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിയസ് സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് ഒരു സുന്നഗോഗിൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കൂടിവരവിന്റെ സ്ഥലം. സിനഗോഗ് എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് സിനഡ് ഉൾപ്പെടെയുള്ള വാക്കുകളുണ്ടാകുന്നത്. The place that people come together for serious matters like prayers and spiritual decisions, which is both synagogue and the word synod. യഹൂദന്മാർ പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി വരുന്ന സ്ഥലങ്ങൾ അത് എല്ലാ ഗ്രാമങ്ങളിലും യഹൂദന്മാർ വില്ലേജായിട്ട് താമസിക്കുന്നിടത്തെല്ലാം സിനഗോഗുകളുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. എന്നാൽ അവർക്ക് ദേവാലയം, ബലി നടക്കുന്ന സ്ഥലം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർ ബലി നടക്കുന്നില്ല. അതെവിടെയാണ്? ലോകത്താകെ ഒരു ദേവാലയമേ യഹൂദന്മാർക്ക്, അത് യെരുശലേമിലാണ്. ശലോമോൻ ആഗ്രഹിക്കുകയും മകൻ ദാവീദ് ആഗ്രഹിക്കുകയും മകൻ ശലോമോൻ പണി തീർക്കുകയും ചെയ്ത യെരുശലേം ദേവാലയം, അത് പല തവണ പുതുക്കി പണിയുകയും ഓരോ രാജാക്കന്മാരാൽ നശിപ്പിക്കപ്പെടുകയും വീണ്ടും പുതുക്കി പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2-3 തവണയെങ്കിലും ചരിത്രത്തിൽ. എന്നാൽ AD 72-ൽ റോമാക്കാർ പൂർണ്ണമായിട്ട് യെരുശലേം പട്ടണത്തെ നശിപ്പിച്ചതിന് ശേഷം പിന്നീട് അവിടെ ബലി നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിൽ ബലി നടന്നിട്ടില്ല. കാരണം അന്ത്യോക്യസ് എപ്പിഫാനിസ് എന്ന് പറയുന്ന രാജാവ് BC 2-ാം നൂറ്റാണ്ടിൽ മലിന വസ്തുക്കൾ ദേവാലയത്തിൽ കയറ്റി അതിനുശേഷം അത് ശുദ്ധീകരിച്ച് എടുക്കുവാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം യഹൂദന്മാർക്ക് ലഭിച്ചില്ല. ഒരത്ര വലിയ ഉയർന്ന നിലയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ കാലഘട്ടത്തിൽ അവർ അവരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥനാ യോഗങ്ങൾ കൂടി വരും, പ്രയർ ഹോൾസ്. അങ്ങനെ സിനഗോഗുകളിൽ കൂടി വരും. ആ സിനഗോഗുകളിൽ ഒരു കൂടി വന്ന് പഴയ നിയമത്തിൽ നിന്ന് അതിൽ 3 ഭാഗങ്ങളുണ്ട്. നമുക്ക് അറിയാം. ആദ്യം മോശയുടെ 5 ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് വായിക്കും. അതിനുശേഷം എഴുത്തുകൾ, ഹിസ്റ്റോറിക്കൽ ബുക്സ് ഉണ്ട്. അതിനുശേഷം പ്രവാചക പുസ്തകങ്ങളുണ്ട്. ഇന്നും നമ്മൾ പഴവ് വായിക്കുന്നതിന്റെ ഒരു രീതി ഇത് തന്നെയാണ്. നാം തുടരുന്നത് മോശയുടെ ഒരു പുസ്തകത്തിൽ നിന്നായിരിക്കും. രണ്ടാമതൊരു വായന എഴുത്തുകളിൽ നിന്നായിരിക്കും, ചരിത്ര പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. മൂന്നാമതൊരു വായന പ്രവചന പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. മിക്കവാറും വിശുദ്ധ കുർബാനയുടെ ദിവസങ്ങളിൽ അത് യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രവചനങ്ങളായിരിക്കും നാം വായിക്കുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, യഹൂദ ഭാഷയിൽ പറഞ്ഞാൽ തോറ, കെത്തുബീം ആൻഡ് നെത്തുബീം എന്ന് പറയും. തോറ എന്ന് പറയുന്നത് മോശയുടെ പുസ്തകങ്ങൾ, കെത്തുബീം കിതാബ് എഴുത്തുകൾ, നെത്തുബീം ഫ്രം നിബിയോ പ്രൊഫറ്റിക്കൽ ബുക്സ്. അതിനുശേഷം അവർ പ്രാർത്ഥിക്കും. അതൊരു കാലത്തെ എന്തെങ്കിലും പുതിയ പഠിപ്പിക്കലുകൾ ഉണ്ടെങ്കിൽ അത് റാബിമാർ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. യഹൂദ പണ്ഡിതന്മാർ കാണും.
പ്രസംഗം ഉണ്ടാകും. അതിനുശേഷം എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് നേർച്ചകൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ഇവിടെ പോർട്ടലാക്കി കഴിക്കുന്ന പോലെ എല്ലാവരും അത് ബ്ലസ് ചെയ്ത് കഴിച്ച് സമാധാനം നൽകി തിരിഞ്ഞു പോകും. നമ്മുടെ കർത്താവിന്റെ കാലത്ത് സുന്നതവും ആരാധനകളിൽ നമ്മുടെ കർത്താവ് പങ്കെടുത്തതായിട്ട് അനേകം തെളിവുകളുണ്ട്. അങ്ങനെയുള്ള സുന്നതവും ആരാധനയിൽ കർത്താവ് പങ്കെടുക്കുമ്പോൾ കർത്താവ് പലപ്പോഴും പ്രസംഗിക്കാനായിട്ട് വിളിക്കുകയും ചെയ്യും. പിന്നീടാണ് നമുക്ക് തോന്നി ഇദ്ദേഹത്തെ ഇനി അധികം വിളിച്ചാൽ ശരിയാവില്ല. കാരണം ഇദ്ദേഹം സത്യങ്ങളാണ് പറയുന്നത്. യഹൂദ മതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള സത്യങ്ങളാണ് പറയുന്നത്. സോ sometimes it is better not to call him anymore. And eventually കർത്താവിനോട് വിരോധം ഉണ്ടാവുകയും പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിന്റെ ചുമതലയുള്ളവർ വലിയ നടക്കുന്നില്ലെങ്കിലും ദേവാലയത്തിന്റെ ചുമതലക്കാരും എല്ലാവും കയ്യപ്പാവും എല്ലാം കൂടെ ചേർന്ന് കർത്താവിനെ കൊല്ലുവാനായിട്ട് ആലോചിക്കുകയും ചെയ്തു. ഇതെല്ലാം നാം കാണും. കർത്താവ് ഒരിക്കൽ ഒരു ശാബത ദിവസമാണ് ഒരു കൂടി വരുന്നത്. ഒരു സുന്നഗോഗിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് കണ്ടു മുന്നോട്ടൊന്നും വരുവാനായിട്ട് കഴിയാതെ പുറകിലെ ഏതോ ഒരു സീറ്റിൽ പാവപ്പെട്ട ഒരു സ്ത്രീ, ഒരു കൂനിയാണ്, കുനിഞ്ഞ് അവൾ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയോ എന്നറിഞ്ഞൂല ഈ കൂന് രോഗത്തിന്റെ പ്രത്യേകത. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാറുണ്ട്. വിവിധ കാരണങ്ങൾ കൊണ്ട് കൂന് രോഗം ഉണ്ടാകാം. അവിടെ സെൻട്രൽ വെർട്ടിബ്രൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ ബയോളജിക്കൽ കൂനുണ്ടാകാം. എന്നാൽ പലപ്പോഴും ബയോളജിക്കൽ ഫിറ്റ്നസിനേക്കാൾ കൂടുതൽ മെന്റൽ ഫിറ്റ്നസ് ആണ് ഉണ്ടാകുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പറയും ഇനി അവനെ അല്ലെങ്കിൽ ഇനി അവൾക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാനൊക്കെ അല്ലേ? അതതിന്റെ അർത്ഥം ലജ്ജ കൊണ്ട് തല താഴും. ലജ്ജയുള്ളവന് ഇന്ന് കൂനുരോഗം അങ്ങനെയുള്ള കൂനുരോഗം മെന്റൽ ഫിറ്റ്നസ് ഇത് വളരെ കുറവാണ്. കാരണം എന്താ? നാടൻ ഭാഷ പറഞ്ഞ എന്നെ കുറ്റത്തേട് കാണിച്ചാലും നമുക്കിന്ന് അല്ലേ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ മിടുക്കനാന്ന് പറഞ്ഞു നടക്കാൻ ഒരു മടിയില്ല അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ കയ്യിൽ ഒരു അബദ്ധം പറ്റി, ഇനി ഞാൻ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കണം, ഞാൻ പശ്ചാത്തപിക്കണം, അനുദമിക്കണം. ഇന്ന് ഇതൊക്കെ വളരെ കുറഞ്ഞിരിക്കുക. പള്ളി രാഷ്ട്രീയം പറയേണ്ട സമയമല്ലെങ്കിലും ഞാനൊരു കാര്യം ഒന്ന് പറയാം. ഈ സമയത്ത് ഒരു അച്ഛനെ ഇടയ്ക്ക് പറഞ്ഞു, തിരുമേനി ഈ പൊതിയോഗം ഉള്ളത് മാത്രം കൊണ്ടായി ഇപ്പൊ കുമ്പസാരമുള്ളൂ. അങ്ങനെ പറഞ്ഞൊരു വലിയ പള്ളിയിലച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിന് അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ കുമ്പസാരിക്കാൻ വരുന്നവരാരും ഒരു രണ്ടൊക്കെ കണ്ണുനീര് പൊഴിച്ച് ആത്മാർത്ഥമായിട്ട് കുമ്പസരിക്കാൻ വരുന്നവരെ വളരെ അപൂർവമേ കാണുന്നുള്ളൂ. ഈ എന്താണ് പുതിയ മഴ പെയ്യുമ്പോൾ ഉത്ത കയറുന്ന പോലെയാണ് ഈ എന്താണ് പൊതുയോഗത്തിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പശ്ചാത്താപം അനുതാപം എല്ലാവരും ക്യൂ നിൽക്കുകയാണ് കുമ്പസാരിക്കാൻ. കോട്ടപ്പള്ളിയിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കുതാശയില്ല എന്നല്ല ഉദ്ദേശിച്ചത്. കുറവാണ്. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പാപങ്ങളിൽ ഏറ്റുപറയാൻ പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ മടി പിടിച്ചിട്ട് കാര്യമില്ല. പാപബോധമില്ല എങ്കിൽ ശിരസ് കുനിയത്തുമില്ല. എല്ലാ കുലുമാലും കാണിച്ചിട്ട് ഇനിയും ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം പറഞ്ഞ് തീർത്തിട്ട് കൂനിയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അച്ഛൻ ഇങ്ങനെ കുമ്പസാരിപ്പിക്കും. ചോദിക്കുമ്പോഴൊക്കെ പാവമൊന്നുമില്ല അച്ഛൻ കുരിച്ചു വരച്ച് വിട്ടാൽ മതി.
എന്തിനാ? രജിസ്റ്ററിൽ പേരെഴുതിയിട്ട് ഓടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വലിയ പള്ളിയിലെ ഇലക്ഷൻ ആയിരുന്നു. 530 പേരാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ വിചാരിക്കുന്നത് എത്ര വലിയ പള്ളി നമുക്കുണ്ടോ? ഉണ്ട്. 530 പേരാണ് ഒരു പള്ളി വോട്ട് ചെയ്തത്. ഇന്നലത്തെ വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടിന്റെ പാനൽ ലിസ്റ്റ് ഫേസ്ബുക്കിലിട്ടു, MGOCSMന്റെ വെബ്സൈറ്റിലിട്ടു. അപ്പൊ മറ്റൊരു കൂട്ടർ ചോദിച്ചു, ഇതെന്തിനാ ഇതൊക്കെ വെബ്സൈറ്റിൽ ഇടുന്നതെന്ന് ചോദിച്ചു. വിഷയം എന്റെ അടുത്ത് വന്നു. ഇപ്പൊ ഈ ഫോണും കൂടെ പണ്ടത്തെ കാലത്ത് സൗകര്യം ഉണ്ടായിരുന്നു. ഒരു പരാതി വന്ന അവിടുന്ന് ഒരു കായതും ഒരു കത്തായിരുന്നു. അത് കിട്ടിയില്ല. കത്തുകൂടെ വന്ന് മറുപടി ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ വിഷയം ഒക്കെ തീർന്നതാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഞായറാഴ്ച പ്രത്യേകിച്ച് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഫോണിൽ നോക്കിയാൽ 25 മിസ്ഡ് കോൾ. അപ്പൊ അറിയാം ഏതോ പള്ളിയിൽ വിഷയം നടന്നിട്ടുണ്ട്. 2 ഗ്രൂപ്പും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. പോട്ടെ, ഇതിനെ ഇതൊക്കെ അറിയില്ല. ദൈവസന്നിധിയിൽ താഴുവാനും ക്ഷമിച്ചു കൊടുക്കുവാനും ഒന്നും നമുക്കിന്ന് പലപ്പോഴും മനസ്സില്ല. പോട്ടെ, എന്നിട്ട് എന്തിനു പറയുന്നു? ഈ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ഒരു പെങ്കൊച്ചായിരുന്നു. ഒരു പെങ്കൊച്ചുകൊണ്ട് കാര്യമാണ്. 18 വയസ്സ് കൊണ്ട് ആയതേ ഉള്ളൂ. അപ്പൊ അച്ഛൻ വിചാരിച്ചതായി പിള്ളേരെങ്കിലും ഉള്ള സത്യം പറയും, ജനുവിനായിട്ട് പ്രസാദിക്കാൻ വന്നിരിക്കുകയായിരിക്കും. അപ്പൊ അവൾ ആദ്യം പറഞ്ഞു, അച്ഛാ, I never had this experience before. Dad told me to come. എന്തിനാ? ഡാഡ് ആ ഭാഗത്ത് കമ്മിറ്റി മെമ്പറായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ കൊച്ചിന്റെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി 18 വയസ്സിലെ കൊച്ചിനെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടത്. അതിന് കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അച്ഛൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നോക്കിയപ്പോ കൊച്ചു നേരിട്ട് ജനുവിൻ അവര് നേരിട്ട് പറഞ്ഞു, അച്ഛൻ I am not bothered about all these things. I am not interested in all these things. What should I do? അച്ഛൻ പറഞ്ഞു, മോളെ പാപം വല്ലതും ചെയ്തിട്ടുണ്ടോ? Oh, nothing. ഒന്നുമില്ല. അപ്പൊ കൊച്ചിന് ഇച്ചിരിയുടേതായിട്ട് ചോദിച്ചു, should I make up something to tell to you? അച്ഛൻ ഷോക്ക് അടിക്കണം. ഞാൻ പാവം ഒന്നും ചെയ്തിട്ടില്ല, ഇനി അച്ഛന് കേൾക്കാൻ വേണ്ടി ഞാൻ വല്ല പാവം ഉണ്ടാക്കി പറയണോ? അത് പെട്ടെന്ന് പിടിച്ചു വരപ്പിച്ചു വിട്ട് വളരെ ദുഃഖത്തോടു കൂടി ആ കാര്യം അച്ഛനെ അടുത്ത് പറഞ്ഞത്, പാപബോധമില്ലായ്മയാണ് ഇന്ന് ലോകത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് നാം മനസ്സിലാക്കണം. അത് ഏത് രംഗത്തുള്ളവർ, അല്ലേ, ഏത് രംഗത്തുള്ളവർ അവബോധമില്ലായ്മ ലോകത്തിന് വലിയ അപകടമാക്കി മാറിയിരിക്കും. ഏതായിരുന്നാലും ഇവിടെ എന്ത് കാരണം കൊണ്ടാണെന്ന് പറയുന്നില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ, അവർക്ക് കൂന് രോഗമാണ്. 18 വർഷമായിട്ട് അവർക്ക് തല ഉയർത്തുവാനായിട്ട് കഴിയുന്നില്ല. അവൾ കർത്താവിന്റെ അടുക്കൽ ചെല്ലുകയായിരുന്നില്ല. പല സന്ദർഭങ്ങളിലും രോഗികൾ കർത്താവിന്റെ അടുക്കൽ ചെല്ലുകയായിരുന്നു. ഇത് കർത്താവ് അവളെ കണ്ടിട്ട് നോക്കിക്കേ, അവളെ കണ്ട് യേശു അവളെ വിളിച്ചു. അവളുടെ മേൽ കൈവച്ച് അവളോട്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു. ഉടനെ അവൾ നിവർന്നു ദൈവത്തെ സ്തുതിച്ചു. വാത്സല്യമുള്ളവരെ, സൂചിപ്പിക്കുകയുണ്ടായല്ലോ, വിവിധ തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് കൂന് രോഗമുള്ളത്. ഇന്ന് നമ്മൾ ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നവർക്കും നമ്മുടെ ഉള്ളിൽ മനസ്സിൽ ഒരുപാട് കൂന് രോഗങ്ങൾ ഉണ്ടാകാം. ഇൻട്രോവേർട്ട്നെസ്, അല്ലേ? മുഖത്ത് നോക്കി വർത്താനം പറയുകയില്ല, താഴോട്ട് മാത്രം നോക്കിയിരിക്കും. ഈ ഇടയ്ക്ക് ഒരു പിതാവ് വളരെ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ, കാരണം ഒരു മോനേ ഉള്ളൂ, വളരെ ലാഭിച്ച് വളർത്തിയതാണ്, പറയുന്നില്ല, ഇന്നലെ ഞാൻ പറയാം, എല്ലാം കൊടുത്തു, അവൻ ആവശ്യപ്പെടുന്നു കൊടുത്തു. 16 വയസ്സായപ്പോഴേക്കും അവന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു വലിയ ബൈക്ക് മേടിച്ചു കൊടുത്തു. അതിനകത്ത് കൊണ്ട് വീണു. ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങളും ഉണ്ടായില്ല.
ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ പ്രശ്നം, അവൻ ഈ ലോകത്തല്ല, അവൻ ഇന്ത്യയിലല്ല, ചാറ്റ് വേൾഡിലാണ്. അവൻ സംസാരിക്കുന്നത് മുഴുവൻ വേറെ ഏതോ ലോകത്തുള്ള മനുഷ്യരുമായിട്ടാണ്. അവന് തൃത്വത്തെക്കുറിച്ച് സംശയം, ദൈവത്തെക്കുറിച്ച് സംശയം, പള്ളിയെക്കുറിച്ച് സംശയം, അച്ഛനെക്കുറിച്ച് സംശയം, ആകെ സംശയമാണ്. ഞാൻ പറഞ്ഞു അവനെ കൊണ്ട് എൻ്റെ അടുത്തോട്ട് കൂടെ, ഓ ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ അവൻ എന്താ ഇൻട്രസ്റ്റ്? കഴിഞ്ഞ ദിവസം അപ്പം കണ്ണീരോടുകൂടി എന്നോട് പറഞ്ഞു, തിരുമേനി ഇപ്പൊ 5 ദിവസമായിട്ട് മുറിക്കകത്ത് പുറത്തിറങ്ങിയിട്ടില്ല. മുറിക്കകത്ത് പുറത്തിറങ്ങിയില്ല. അമ്മ ഭക്ഷണം അവിടെ മുറി കൊണ്ടുകൊടുത്താൽ കഴിക്കും. അവന് കുളിക്കണമെന്ന് ആഗ്രഹമില്ല, നനയ്ക്കണമെന്ന് ആഗ്രഹമില്ല. ഇത് മാരകമായ കൂനരോഗമാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാരകമായ കൂനരോഗമാണ്. ഇങ്ങനെയുള്ള കൂനരോഗങ്ങളുള്ള അപ്പന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടാകും. ചിലർക്ക് മറ്റൊന്നിനും താല്പര്യമില്ല, ഇതിനൊന്നും കാര്യമില്ല, മുടങ്ങാതെ ഓരോ കുപ്പി കിട്ടിയാൽ മതി, ഞാൻ മുറിയിലിരുന്നോളാം. പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്ക് അടിമപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മച്ചിയെ കണ്ടു പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, അച്ഛ ഒന്ന് വരണം, അടുത്തുള്ള വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, നല്ലൊരു അമ്മച്ചിയായിരുന്നു, എല്ലാ കാര്യങ്ങളിലും പള്ളിക്കാര്യങ്ങളിലും ഒക്കെ പങ്കെടുത്ത് നല്ലൊരു അമ്മച്ചിയാണ്. വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അമ്മച്ചി ഇപ്പൊ പള്ളി വരത്തില്ല, മാത്രമല്ല അമ്മച്ചിക്ക് വെളിച്ചം കാണാൻ വേണം. അപ്പൊ ഞാൻ ഈ പുലിക്കോട്ടുള്ള അച്ഛൻ കുന്നംകുളം എന്നൊക്കെ കേട്ടപ്പോൾ ഇവർ വിചാരിച്ചു ഈ പുള്ളിയുടെ കയ്യിൽ വല്ല സൂത്രം ഉണ്ടായിരിക്കും, കാരണം വെളിച്ചം കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പിശാചി പിടിച്ചു എന്നൊക്കെയുള്ള ചിന്തയാണ്. അതുപോലെ സംഭവം അച്ഛനോട് പോകുമ്പോൾ പഠിപ്പിക്കപ്പെടാം. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, വെളിച്ചം കണ്ട വയലന്റ് ആകുന്ന അമ്മാമ്മയുടെ അടുത്ത് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അതും വൈകിട്ടാണ്, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാനിവിടെ ചെന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എന്താ സാഹചര്യം ചോദിച്ചു പറഞ്ഞു, മരുമകൾ മാത്രമാണ് കൂടെയുള്ളത്, 2 ആൺപിള്ളേര്, മൂത്തവൻ ഗൾഫില്ല, അവന്റെ വൈഫും കൂടെയുണ്ട്, രണ്ടാമത്തവൻ ആർമിയില്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. മരുമകൾ ഭയങ്കര കരച്ചില്ല. അവിടെ പറയുന്നത്, നാളെയായിട്ട് പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്താ അമ്മ എങ്ങനെയാണ് എനിക്കറിഞ്ഞൂടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ദീർഘിപ്പിച്ച് പറയുന്നില്ല. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ധൈര്യത്തില് ഞാൻ പറഞ്ഞ ഒരു തിരി കത്തിക്കാൻ പറ്റും, ഒരു കാൻഡിൽ കത്തിച്ചിട്ട് ഒരു വാതിലെടുത്തോ. അപ്പൊ അടുത്ത് വരരുത്, എന്റെ അടുത്ത് വരരുത്, വെളിച്ചം കൊണ്ടുവരരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ വെളിച്ചത്തിൽ മാറാൻ നോക്കുന്നത്? വെളിച്ചം കർത്താവിന് വിളിച്ച കാര്യം എന്താണെന്ന് പറയാനൊക്കെ പറഞ്ഞാൽ എന്റെ ശബ്ദമൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പാപിയാണ്. അപ്പൊ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ് ലൈറ്റ് ഇടാൻ പറഞ്ഞു. അപ്പൊ ലൈറ്റ് ഇടുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈറ്റ് ഇട്ടേ പറ്റൂ. ലൈറ്റ് ഇട്ടു. പറഞ്ഞു അച്ഛനോട് തന്നെ സംസാരിക്കുന്നു. മരുമകൾ നിന്നോട്ട് എന്താ കാര്യം? അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഇച്ചിരി തത്വപ്പാറുണ്ടായിരുന്നു. ആ സമയത്ത് 2ാമത്തെ മകൻ മിലിറ്ററിയിൽ നിന്ന് മകൻ വന്നു. അപ്പൊ ഈ അമ്മയും ചേട്ടത്തിയും തമ്മിൽ വഴക്കുണ്ടെന്ന് മകനെ മനസ്സിലായപ്പം ഈ മകൻ ചേട്ടത്തിയെ ഒരല്പം സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ, മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ ഇവരും കൂടെ അമ്മയുടെ കൂടെ കൂടിയാലേ അതൊരു ജസ്റ്റിസ് അല്ലല്ലോ. മാത്രമല്ല അമ്മ പറയുന്നതിനകത്ത് അധികം നീതിയില്ല, ഈ മരുമകൾ പറയുന്നിടത്ത് ആ നീതി. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അവിടെയാ പിശാചി കയറിയത്, അവിടെയാ പിന്നെ വെളിച്ചം കാണാൻ പറ്റാതെ വന്നത്. അമ്മ എന്ത് ചെയ്തു? ഈ 2ാമത്തെ മകനോട് പറഞ്ഞു, ആ അതൊക്കെ കുറച്ചുകൂടെ ഇപ്പൊ അമ്മയെ വേണ്ട, അവള് എന്താ പ്രായം പറഞ്ഞവളല്ലേ, മനസ്സിലായോ? എനിക്ക് അർത്ഥം മനസ്സിലായോ? ഈ മകൻ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെ അടുത്തറിഞ്ഞിട്ടുള്ളൂ, അതെന്റെ അമ്മയാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സ്ത്രീ അതെന്റെ അമ്മയാണ്. വെറുക്കുന്നു ഞാൻ പറയുന്നില്ല, എനിക്ക് ഇനി നിങ്ങളുടെ മുഖം കാണണ്ട. പിറ്റേന്ന് രാവിലെ അവധി ചുരുക്കി കിട്ടിയ ട്രെയിനിൽ തിരിച്ച് കാശ്മീരിലേക്ക് കയറിപ്പോയി. അവിടെ മുതലാണ് അമ്മയ്ക്ക് വെളിച്ചം കാണാൻ പാടില്ലാത്തത്. വലിയ തെറ്റൊന്നും ചെയ്തില്ല. ഒരു ദുർബല നിമിഷത്തിൽ നാക്ക് അനാവശ്യമായിട്ടൊന്ന് വളച്ചു, അത് മാത്രമേ ചെയ്ത തെറ്റുള്ളൂ.
ഞാൻ എന്താണ് പറയുന്നതെന്ന് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. വാത്സല്യമുള്ളവരെ, ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ആത്മാവിന്റെയോ കൂനെ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള അവസരമാണ് ഈ വലിയ നോമ്പുകാലം. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും പോയി കുറെ തമ്പോറടിച്ച് ബഹളം ഉണ്ടാക്കി ആത്മാവെന്നും പറഞ്ഞ് തുള്ളിച്ചാടിയെന്നൊന്നും നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക് ഒരു പരിഹാരവും കിട്ടുകയില്ല. അതൊക്കെ മനുഷ്യനെ കൽപ്പിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അങ്ങനെ ചെയ്യുന്നവരാണെന്നല്ലേ കോട്ടയം നമ്മുടെ ആളുകൾ വളരെ നല്ല മനുഷ്യരാണ്. പള്ളിയിലൊക്കെ ഉള്ളവരെല്ലാം ഇങ്ങനെ മുതലുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞത് ഏതെങ്കിലും പാപക്കൂലികളുണ്ട് എങ്കിൽ ഞാൻ ഓർപ്പിച്ചുവല്ലോ, കൂലിന്റെ പ്രശ്നം എന്താണ്? സമൂഹത്തിലോട്ട് നോക്കുവാൻ ഒക്കുകയില്ല, സഹോദരന്റെ മുഖം കാണുവാൻ ഒക്കുകയില്ല, സ്വർഗത്തിലേക്ക് നോക്കാൻ ഒക്കുകയില്ല. അല്ലേ? കൂലുള്ള ഒരാൾക്ക് സ്വർഗത്തിലേക്ക് നോക്കാൻ ഒക്കൂ, ആകാശത്തേക്ക് നോക്കാൻ ഒക്കൂ. പന്നിയുടെ കഥ പറയുന്ന കാര്യം, പന്നികളുണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ പന്നികളൊക്കെ. പന്നിക്ക് സ്വർഗം കാണാൻ പറ്റും. Can a pig look into heavens, look into sky? Never. കാരണം എന്താ? They have a thick neck. തടിച്ച കഴുത്ത, തലയിലത്ര തന്നെ കഴുത്തു. അവർ കഴുത്തിങ്ങനെ തടിച്ചിരിക്കുന്നതുകൊണ്ട് കഴുത്ത് പൊക്കാൻ പറ്റില്ല. നോട്ട് എപ്പോഴും താഴോട്ട് അല്ലേ? എവിടെയൊക്കെ ചെളിയുണ്ട്, എവിടെയൊക്കെ പരിധി നടക്കാം, നോട്ട് എപ്പോഴും താഴോട്ട്. ഇൻട്രോവേർട്ടഡ്. ഞാൻ ആ മൃഗത്തെ കുറിച്ചല്ല പറയുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ലൈക്ക് ദാറ്റ്. പക്ഷെ മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? നിവർന്നു നിൽക്കുവാൻ ഒരു 4 കാല് വേണ്ട, 2 കാല് മതി. എവിടെയും നിവർന്നു നിൽക്കുവാൻ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ, ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ, സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുവാൻ ഒക്കെയുള്ള അവകാശം നൽകപ്പെട്ടിട്ടുള്ളവനാണ് മനുഷ്യകുലത്തിലുള്ളവനെന്ന് ഓർക്കണം. അവൻ ഊന്നിക്കുള്ളവനായി തീരുമ്പോൾ സ്വർഗം തുടിക്കുന്നു. സൃഷ്ടാവ് അവനെ കുറിച്ച് വിലപിക്കും. അതുകൊണ്ടാണ് ആ കൂനിയെ കണ്ടപ്പോൾ കർത്താവ് അവളെ വിളിച്ചു. അവളെ തലയിൽ തൊട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവളുടെ കൂനെ വിവർന്നു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം നമുക്ക് വളരെ അറിയാം. കൂനെന്ന് കൊടുത്തോണ്ടേ അവർക്ക് അച്ഛന്മാരുടെ പ്രശ്നം എന്താ? സിനഗോഗിലെ അച്ഛൻ, സിനഗോഗിന്റെ പ്രമാണി എന്താ പറയുന്നത്? ഇന്നാണ് നിനക്ക് നേരം, വേറെ ആരും ദിവസമില്ല. അവന്റെ പ്രശ്നം ശാപത്ത് നോക്കുന്നില്ല എന്നുള്ളത്. കർത്താവ് പറഞ്ഞു, നീ ഇതിന്റെ ആടിനും മാടിനും ഒക്കെ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ. ഈ അബ്രഹാമിന്റെ മകള് ഈ 18 കൊല്ലമായിട്ട് ഇവിടെ ഈ പള്ളിയിൽ സിനഗോഗിൽ വന്നിരിക്കുക. നിനക്ക് അവളെ കുറിച്ച് കൺസേൺ ഇല്ല. ഞാൻ അവളെ കണ്ടു, ഞാൻ അവളെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നു. അതിനെന്താ തെറ്റ്? അവൾക്ക് പറയാനായിട്ട് മറുപടി ഇല്ലാതായിട്ട് 2 വാക്കുകളിൽ പ്രിയമുള്ളവരെ, ഊണ് നിവർന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിഞ്ഞയാഴ്ചയിൽ ഇവിടെ കണ്ണുകൾ തുറന്ന കണ്ണുള്ളവരായി ഇറവിക്കളുടെ സത്യപ്പെടുന്നതായിട്ടാണ് കഴിഞ്ഞയാഴ്ച. അങ്ങനെ എല്ലാ രോഗങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, മാനസികവും ആത്മീയവുമായ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തരായി കർത്താവിന്റെ കാൽവരിയിലേക്ക് ഉയർന്നു നോക്കുവാൻ തക്കോണം വലിയ നോമ്പ് ഉദാഹരണമായി തീരട്ടെ. ദൈവത്തിന്റെ ശുദ്ധാത്മാവ് സമയം വാഴ്ത്തി അനുഗ്രഹിക്കുക.